എവ്രിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിൽക്കി വേയും ഡിഫറെൻറ്റ് ഗാലക്സീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് മിൽക്കി വേ ആണ്. ഇത് മിൽക്കി വേയും നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഗാലക്സിയാണ് ആൻഡ്രോമേഡ ഗാലക്സി. അതാണ് ഈ ഗാലക്സി. ഓക്കെ, നമുക്കിനി സ്ട്രക്ചർ ഓഫ് മിൽക്കി വേ നോക്കാം. സ്ട്രക്ചർ ഓഫ് മിൽക്കി വേനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: ഡിസ്ക്, ബൾജ്, ഗാലക്റ്റിക് സെൻറ്റർ ആൻഡ് ഗാലക്റ്റിക് ഹാലോ. ഓക്കെ, ഡിസ്ക്, ബൾജ്, ഗാലക്റ്റിക് സെൻറ്റർ ആൻഡ് ഗാലക്റ്റിക് ഹാലോ. അപ്പം ഇത് വ്യൂ ഓഫ് മിൽക്കി വേ ആർട്ടിസ്റ്റിക് ടെസ്റ്റ്, അതൊന്നും വേണ്ട. ഇനി നമ്മൾ നോക്കുന്നത് ദ സൈസ്, ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് മിൽക്കി വേ. നമ്മുടെ മിൽക്കി വേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്പൈറൽ ഗാലക്സി. ഇറ്റ്സ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് സ്റ്റാർസ്, ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. നമ്മുടെ മിൽക്കി വേയുടെ സൈസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ഹാർലോ ഷേപ്ലി. സ്പൈറൽ ഗാലക്സിയാണ്. ഹ്യൂജ് കളക്ഷൻ ഓഫ് സ്റ്റാർസ്, ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സൈസ് ആദ്യമായി കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ഹാർലോ ഷേപ്ലി. കണ്ടോ, ഹാർലോ ഷേപ്ലി ഇസ് എ സയൻറ്റിസ്റ്റ്. 2 ടൈപ്പ് സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ക്ലസ്റ്റേഴ്സും രണ്ടാമത്തത് ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സും ആണ്. ഓപ്പൺ ക്ലസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഹെയ്ഡസും പ്ലേഡസും ആണ്. ആൻഡ് ഡബിൾ ക്ലസ്റ്റർ. ഓപ്പൺ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻലി എന്തെന്നറിയാവോ, നമ്മുടെ മിൽക്കി വേ ഇപ്പം സപ്പോസ് ഇതാണ് നമ്മുടെ മിൽക്കി വേ എങ്കിൽ മിൽക്കി വേയുടെ പ്ലെയിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ് ഓപ്പൺ ക്ലസ്റ്റേഴ്സ്. It's the consequence of the formation of a group of stars in a giant cloud of dust and gas and others naturally found along the plane of Milky Way. So, double cluster, Hyades, Pleiades ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ്. നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓപ്പൺ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർസ്, യങ് സ്റ്റാർസ് ഉണ്ടല്ലോ, യങ് സ്റ്റാർസ് ഒക്കെ വരുന്നത് ഓപ്പൺ ക്ലസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ അത് കാണാമല്ലോ അല്ലേ. യെസ്, യങ് സ്റ്റാർസ് ഒക്കെ വരുന്നത് ഓപ്പൺ ക്ലസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ്. ബേസ് എക്സാമ്പിൾ പഠിക്കുക: ഡബിൾ ക്ലസ്റ്റർ, ഹെയ്ഡസ്, പ്ലേഡസ്. ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് വെരി ഓൾഡ് സ്റ്റാർസ് ആണ്. M13 ഒമേഗ സെഞ്ചുറിയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. M13 ഒമേഗ സെഞ്ചുറി. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറിംഗ് ദ ഗാലക്സി യൂസിങ് ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. അതിൽ കണ്ടോ ഓപ്പൺ ക്ലസ്റ്റേഴ്സ് എന്താണ്? യങ് സ്റ്റാർസ് ആണ്. യങ് ക്ലസ്റ്റേഴ്സ് ഓഫ് റീസെൻ്റ്ലി ഫോംഡ് സ്റ്റാർ വിത്തിൻ ദ ഡിസ്ക് ഓഫ് ദ ഗാലക്സിയുടെ ഡിസ്കിലാണ് വരുന്നത്. അപ്പം യങ് ക്ലസ്റ്റേഴ്സ് ആണ്, യങ് ക്ലസ്റ്റേഴ്സ് ഓഫ് സ്റ്റാർസ് ആണ് വിത്തിൻ ദ ഡിസ്ക് ഓഫ് ഗാലക്സി. പക്ഷേ ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ് എങ്ങനെയാണ്? ഓൾഡ് സെൻട്രലി ഓറിയൻറ്റഡ് സ്റ്റാർസ് ആണ് വിത്തിൻ ദ ഹാലോ ഓഫ് ഗാലക്സി. നമ്മൾ പറഞ്ഞു നമ്മുടെ മിൽക്കി വേക്ക് 4 സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് ബൾജ് വിച്ച് ഈസ് ദ സെൻറ്റർ പറഞ്ഞാൽ ബൾജ്, ഡിസ്ക്, ഹാലോ, പിന്നെ ഗാലക്റ്റിക് പ്ലെയിൻ. അതിൽ ഹാലോനെ ബേസ് ചെയ്ത് നിൽക്കുന്ന നമ്മൾ പറയുന്നതാണ് ഗ്ലോബുലർ ക്ലസ്റ്റേഴ്സ്. അടുത്ത് സെൻട്രലി ഓറിയൻറ്റഡ് ആണ്. ഓപ്പൺ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഡിസ്കിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ഗാലക്റ്റിക് ഫൗണ്ടേഷൻ? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗാലക്റ്റിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റാർസ് ഫോം ചെയ്യുമ്പോഴൂടെ കുറച്ച് സൂപ്പർ നോവാസ് ഫോം ചെയ്യുമല്ലോ. സ്റ്റാർസ് ഉള്ളപ്പോൾ സ്റ്റാർസിൻ്റെ ഫോർമേഷൻ കാരണം ചെറിയ സൂപ്പർ നോവാസ് ഉണ്ടാവും. ആ സൂപ്പർ നോവാസ് ഒരുപാട് ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ഈ ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യും? നമ്മുടെ മിൽക്കി വേ പോലത്തെ ഗാലക്റ്റിക് ഡിസ്കിനെ ബ്രേക്ക് ചെയ്തിട്ട് ഗാലക്റ്റിക് ഫൗണ്ടെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റാർസ് സൂപ്പർനോവാസ് there will be a explosion called supernova explosion. അതെന്ത് ചെയ്യും? ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ led to the formation of bubbles of very hot gas. ഈ bubbles of hot gas breaks down the galactic plane എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഗാലക്റ്റിക് ഫൗണ്ടേഷൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാലക്സീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് എലിപ്റ്റിക്കൽ ഗാലക്സി, രണ്ടാമത് സ്പൈറൽ ഗാലക്സി. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ കാണാവോ? ഇതാണ് എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ അത് വേണ്ട, ലാക്ക് ഓഫ് സെൻട്രൽ ബൾജ് ആൻഡ് ദർ വിൽ ബി നോ സ്പൈറൽ ലാംപ്സ്. നമ്മുടെ മിൽക്കി വേ ഒക്കെ സ്പൈറൽ ഗാലക്സിയാണ്. എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ അതിനൊരു എലിപ്സോയിഡ് ഫോം ഉണ്ട്, റഗ്ബി ബോൾ പോലത്തെ. പിന്നെ എന്തുവാണ് പറയുന്നത്?
അത്രയേ ഉള്ളൂ എലിപ്റ്റിക്. ഒരു ലാക്ക് ഓഫ് സെൻട്രൽ ബൾജ് ഇല്ലാത്ത ഗാലക്സിനാണ് നമ്മൾ എലിപ്റ്റിക്കൽ ഗാലക്സി എന്ന് പറയുന്നത്. പിന്നെ സ്പൈറൽ ഗാലക്സി എന്ന് പറയുമ്പോൾ ഫ്ലാറ്റൻഡ് സ്പൈറൽ സ്ട്രക്ചർ ആയിരിക്കും. ബൾജുണ്ട്, ഡിസ്കുണ്ട്, ഹാലോ ഉണ്ട്. പിന്നെ ഇതിൽ സ്പൈറൽ ഗാലക്സീസിലായിരിക്കും യങ് സ്റ്റാർസും, 2 ടൈപ്പ് സ്റ്റാർസ് ഉണ്ടാകും അവിടെ. യങ് സ്റ്റാർസും അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് സ്റ്റാർസും കാണപ്പെടും. ആക്റ്റീവ് ഗാലക്സി എന്ന് പറഞ്ഞാലേടാ ഇതൊരു പ്രത്യേക തരം ഗാലക്സിയാണ്. ദീസ് ആർ ഗാലക്സീസ് വെർ സം പ്രോസസ് ഒക്കറിങ് വിത്തിൻ ദം മേക്ക് ദം സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ നോർമൽ റൺ ഓഫ് ഗാലക്സീസ് ഓഫൻ ഇൻ ദ എമൗണ്ട് ഓഫ് റേഡിയോ എമിഷൻ ദാറ്റ് ദേ പ്രൊഡ്യൂസ്. ആക്റ്റീവ് ഗാലക്സീസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് റേഡിയോ ഗാലക്സീസ്. ആക്റ്റീവ് ഗാലക്സീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റേഡിയോ ഗാലക്സീസ്. ഇതൊരു പ്രത്യേക ടൈപ്പ് ഗാലക്സിയാണ്. എന്തുവാണ്, നോർമൽ ഗാലക്സിയിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തും. ഇത് റേഡിയോ എമിഷനും അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഗാലക്സിയാണ്. ഇതിലെന്താ പറയുന്നത്, ഇറ്റ് വാസ് മെൻഷൻഡ് ഏർലിയർ നമ്മുടെ ഗാലക്സി ഉണ്ടല്ലോ, അതും നമ്മുടെ ഗാലക്സി മിൽക്കി വേ ഗാലക്സിയിലും ഒരു സെൻറ്റർ ഉണ്ട്, സഗാറ്റേറിയസ് എ എന്ന് പറയുന്നത് ഒരു റേഡിയോ സോഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില ഗാലക്സീസ് ഉണ്ട്, എക്സ്റേ എമിഷനൊക്കെ നടത്തുന്ന ചില ഗാലക്സീസ് ഉണ്ട്, അതും ഈ ആക്റ്റീവ് ഗാലക്സീസിന് അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഗാലക്സി ക്ലസ്റ്റേഴ്സ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാലക്സി ചേർന്നതാണ് ഗാലക്സി ക്ലസ്റ്റേഴ്സ്. ഇങ്ങനത്തെ ഒരുപാട് ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് ചേർന്ന് ഉണ്ടാകുന്നതാണ് സൂപ്പർ ക്ലസ്റ്റേഴ്സ്. ഓക്കെ, അത് വേറെ ഒന്നുമില്ല, ലാർജ് ഗ്രൂപ്പ് ഓഫ് ഗാലക്സി ക്ലസ്റ്റേഴ്സ് ആണ് സൂപ്പർ ക്ലസ്റ്റേഴ്സ്. നമ്മുടെ സൂപ്പർ ക്ലസ്റ്റർ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ലോക്കൽ സൂപ്പർ ക്ലസ്റ്റർ അല്ലെങ്കിൽ വിർജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഒക്കെ വരുന്നൊരു സൂപ്പർ ക്ലസ്റ്ററാണ് ലോക്കൽ